ബൈ ചാൻസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം വിചാരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അങ്ങേയറ്റത്തെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം, ഈ ദൈവങ്ങൾക്കൊന്നും കഴിയില്ല, ഈ പിശാചുകൾക്കൊന്നും സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് നമ്മൾ ഈ നേർച്ച നേർന്നതെങ്കിലോ, എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യക്ഷത്തിൽ, കാരണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് കണ്ടത്, ആ ലാഹിർ അനുസരിച്ച് അയാളെ കാഫിറായി മുശ്രിക്കായി ഗണിക്കുമെങ്കിലും ഹത്താ ലൗ ഉലിമ, അറിയപ്പെട്ടാൽ അന്നഹു ലം യസ്ജുദ് ലഹ, ആ വിഗ്രഹത്തിനോ അവൻ സുജൂദ് ചെയ്തതോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതോ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, യഥാർത്ഥ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നേർച്ച നേർന്നത്, അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്, അങ്ങനെ തന്നെയാണ് സുജൂദ് ചെയ്തത് എന്ന് അറിയപ്പെട്ടാൽ ലം യുഹ്കം ബികുഫ്രിഹി, അവൻ കാഫിറാണെന്ന്, അവൻ മുശ്രിക്കാണെന്ന് കണക്കാക്കപ്പെടുകയില്ല. ഫീമാ ബൈനഹു വ ബൈനല്ലാഹി തആല, അല്ലാഹുവിന്റെ അവന്റെ ഇടയിൽ സ്വകാര്യ ജീവിതം. പ്രത്യക്ഷത്തിൽ നമ്മൾ കാഫിർ ചെയ്യുന്ന ആരാധനാകർമ്മം നടത്തിയത് കൊണ്ട് കാഫിറായി കണക്കാക്കും, നമ്മുടെ കൂട്ടത്തിൽ നിർത്തും. ഉള്ളില് അവന് വിശ്വാസം ഉണ്ടോ ഇല്ലേ, അത് അള്ളി അവനും തമ്മിലായിക്കോളും, അത് നമ്മൾ കണക്കാക്കൂല. ഉള്ളിൽ ആള് കാഫിറാന്ന് വിധി എഴുതപ്പെടാൻ പാടില്ല. ഇതാണ്